അസ്സലാമു അലൈക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ആഹ് കൗമാരം, യൗവനം എന്നൊക്കെ പറയുന്നതല്ലേ. അല്ലെങ്കിൽ കുട്ടികൾ കോളേജിൽ പഠിക്കുന്ന കാലം, കോളേജിലേക്ക് സ്റ്റെപ്പ് ഓൺ ചെയ്യുന്ന ആ ഒരു സമയം, ടീനേജ് കാലഘട്ടം എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് നമ്മളെ മക്കൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ശരിക്ക്. ഏഹ് ഒരു കണക്കിന് പറയുകയാണെങ്കിൽ അവർ പഠിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാതും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പല പാരൻസും പറയണത് നിങ്ങൾക്ക് പഠിക്കൽ മാത്രമേ വേണ്ടുള്ളൂ. നിങ്ങൾക്ക് പഠിക്കുക എന്ന് പറയുന്ന ഒരു ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ. നിങ്ങളത് മാത്രം ചെയ്താൽ മതി എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ പോലും എല്ലാ കുട്ടികളുടെയും ഇൻ്റലിജൻസ് ലെവൽ എന്ന് പറയുന്നത് ഒന്നല്ല. പക്ഷേ എല്ലാവർക്കും കൊടുക്കുന്ന സിലബസും ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ എഫേർട്ട് ഇട്ടിട്ട് കുറച്ച് അതിനനുസരിച്ച് അവർക്ക് പോകാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് എഫേർട്ട് ഇടും. ഉം. അവരുടെ ആ ഒരു ഡ്രീംസിലേക്ക് എത്താൻ അവർ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും. അങ്ങനെ പല രീതിയിൽ കുട്ടികളെ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം കാരണം ടോർച്ചർ ചെയ്യണ ഒരു കാലഘട്ടം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഏം, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇതൊന്നും വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാലോ നമുക്ക് ഫിനാൻഷ്യലി ഏൺ ചെയ്യാനുള്ള സാധ്യതകളാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫോഴ്സ്ഫുള്ളി ഇതിനൊക്കെ ഏം, വിധേയരാവണം. അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ ചെയ്തേ പറ്റൂ എന്നുള്ളൊരവസ്ഥ വരികയാണ്. നല്ല റെസ്പോൺസിബിലിറ്റീസ് ഒന്നും ഒരുപാട് ഇല്ലാത്ത ഒരു കാലഘട്ടമാണ് കുട്ടിക്കാലം. അല്ലെങ്കിൽ കല്യാണത്തിൻ്റെ അല്ലേ, ഓരോ മനുഷ്യൻ്റെയും വിവാഹത്തിന് മുന്നേ ഉള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. പക്ഷെ ആ ഒരു സമയത്ത് പോലും ഉം, അത് വേറൊരു ലൈഫാണ് മാരീഡ് ലൈഫ് എന്ന് പറയുന്നത്. പക്ഷെ അതിൻ്റെ മുന്നേ പോലും കുട്ടികൾ ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം കാരണം എത്രത്തോളം ബുദ്ധിമുട്ടാണ്. അവരുടെ ആ ഒരു സാക്രിഫൈസും അവരുടെ റൂട്ടീനൊക്കെ മാറി മറിഞ്ഞ് ഒക്കെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടിയിട്ടും ഓരോ പിന്നെ യൂണിവേഴ്സിറ്റിയിൽ കയറാനുള്ള ഉം, ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടും ഒക്കെ ആയിട്ട് എല്ലാവരും ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് കുട്ടികൾ. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രൊട്ടസ്റ്റൊക്കെ കുട്ടികളുടെ നീറ്റ് എന്നല്ല, ഏത് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളും ഒരുപാട് സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. അവരുടെ റൂട്ടീനൊക്കെ അവർ സാക്രിഫൈസ് ചെയ്തിട്ടാണ് എങ്ങനെയെങ്കിലും ഇത് കിട്ടണം അല്ലെങ്കിൽ പാസ്സാവണം എന്നുള്ള രീതിയിൽ ചെയ്തിട്ട് അവരോട് ചെയ്യുന്ന അതിന് റെസ്പോൺസിബിളായിട്ടുള്ള ആൾക്കാർ അവരോട് ചെയ്യുന്ന അനീതി എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരുപാട് പ്രൊട്ടസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നിശബ്ദരായിരുന്നുണ്ടെങ്കിൽ ഇരിക്കൽ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിച്ചാലേ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ മാറ്റങ്ങൾ എങ്ങനെയാണ് നടപ്പിലാവുക എന്നുള്ളതാണ് ഇപ്പോഴും അതൊരു ചോദ്യചിഹ്നം തന്നെയാണ്. അപ്പോൾ പക്ഷേ ഹോപ്പ്ഫുള്ളി നമുക്ക് ആഗ്രഹിക്കാം. കാരണം ഒന്നും പറയാതെ ഒന്നിലും ഇല്ല എന്ന് പറഞ്ഞ് നിശബ്ദമായിട്ടിരിക്കുന്ന എന്നതിൽ എത്രയോ ഭേദമാണല്ലോ അതിന് പ്രൊട്ടസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അത് തന്നെയാണല്ലോ നമ്മൾ ചെയ്യേണ്ടതും. അപ്പോൾ അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ഹോപ്പ്ഫുള്ളി ഇതിനൊക്കെ ഒരു അന്ത്യം ഉണ്ടാവും. നമുക്ക് ആ ഡെമോക്രസി എന്ന് പറയുന്നത് നമ്മളതിൻ്റെ ഒരു നല്ല രീതിയിൽ അതിൻ്റെ പവിത്രതയിൽ തന്നെ നമുക്ക് അനുഭവിക്കാൻ കഴിയുമെന്നുള്ള ഫേവറിസം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു പൊളിറ്റിക്കൽ പാർട്ടി കൊണ്ട് ആ ഒരു രാജ്യത്തിന് വലിയ ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ ഏറ്റവും കൂടുതൽ അവർക്ക് ഫേവറേറ്റ്സ് ആക്കാൻ പറ്റുന്ന ആൾക്കാർ ഏതാണോ അവർക്കാണ് അതിന് ഗുണം ഉണ്ടാവുക. ജനറലായിട്ട് എല്ലാവരെയും ബാധിക്കുന്ന ഒരു പ്രശ്നം വന്നാലേ ഇത്തരം ഒരു മെജോറിറ്റി ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഫേവർ ചെയ്യുന്ന ഒരു കൺട്രിയിൽ ഒരു ഇഷ്യൂ വരുമ്പോൾ പ്രശ്നം ഉണ്ടാവുള്ളൂ. കാരണം അത് എല്ലാവരെയും ബാധിക്കുന്നുണ്ട്. അവിടെ മെജോറിറ്റി ആ ഒരു പാർട്ടിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ആണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലും ഉള്ളത്, ഈ എക്സാം പേപ്പർ ലീക്കേജൊക്കെ. അപ്പോൾ അത് ചോദ്യം ചെയ്തേ പറ്റൂ. അവിടെ എല്ലാവരും ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രത്യാശിക്കാം എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുമെന്ന്.